വെന്യൂസ് ഇവിടെ നിയർ ബൈ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇവിടെ അടുത്തുള്ള വെന്യൂസിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റിലും കൂടുതലാണ് വെന്യൂ മാത്രം കൊടുക്കുന്നത്. കാരണം ഒരു പുതിയൊരു കൺസെപ്റ്റ് ആയിരുന്നു. ഇവിടെ കേരളത്തിലായാലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. 2007 തൊട്ട് ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് ട്രാവലിംഗ്, ഒരുപാട് കൺട്രീസ്, എനിക്ക് തോന്നുന്നു മോർ ദാൻ 70-80 കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാബ് അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കുന്നതാണോ? ആ ടാബ് ഗസ്റ്റിന് സ്വന്തമായിട്ട് കൊടുക്കുന്നതാണ്. അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം, അന്ന് തൊട്ട് അവർക്ക് അത് കാണാം. പാർക്കിംഗ് മാനേജ്മെന്റിന് വേണ്ടി മാത്രം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 25 സ്റ്റാഫ് ഉണ്ട്. വാലെ പാർക്കിംഗ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ആരും കൊടുക്കണില്ല. വാലെ പാർക്കിംഗ് ഒന്നും ഫ്രീ ആയിട്ട്, അത് കോംപ്ലിമെൻ്ററി ആണ്. lamraj.events എന്ന് പറഞ്ഞ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കാറ്ററിംഗ് അവർക്ക് ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ മെനു ബിൽഡ് ചെയ്തെടുക്കാം അവർക്ക്. അപ്പോൾ അവർക്ക് ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് ലിസ്റ്റഡാണ്. ഓരോന്ന് സെലക്ട് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. കാറ്ററിംഗിൽ ഈ മെനു ബിൽഡർ ഓൺലൈൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ റിവ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമുക്ക് ഗൂഗിൾ എടുത്ത് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ 1 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും നമ്മൾ ഫെസിലിറ്റീസ് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 1 സ്റ്റാർ റേറ്റിംഗ് വരാനുള്ള കാരണം? ഹലോ വ്യൂവേഴ്സ്, നമ്മളിന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ കൊരട്ടിയിലുള്ള ലാമറാജ് കൺവെൻഷൻ സെന്ററിലാണ്. ആൻഡ് ഇവിടെ നമ്മുടെ കൂടെ ഇന്നൊരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവൊക്കെയായി ഇവിടെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ മിസ്റ്റർ ലിജോ വർഗീസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. സോ ഹായ് സർ. ഹായ്. ആൻഡ് ഈ ലാമറാജ് കൺവെൻഷൻ സെന്ററിനെ പറ്റി ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ ഓഡിയൻസിനുണ്ട്. സോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. നമ്മുടെ ലാമറാജ് കൺവെൻഷൻ സെന്റർ, ഒരുപാട് പേര് ലാമറാജ് എന്നും പറയുന്നുണ്ട്. ശരിക്കും എന്താണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ? എന്തെങ്കിലും മീനിങ് ഉണ്ടോ? വൈ ദിസ് നെയിം? ഓക്കെ, ഇത് ഒരു ഫ്രഞ്ച് വേർഡാണ്. ഒറിജിൻ ഫ്രഞ്ചിൽ നിന്നാണ്. മീനിങ് വന്നത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നതിൽ മരീചിക. നമുക്ക് ഉണ്ടെന്ന് തോന്നും, പക്ഷെ റിയൽ ആയിട്ട് ആ സംഭവം അവിടെ ഇല്ല. ഫ്രഞ്ചിൽ ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ ലാമറാഷ് തന്നെയാണ്, പക്ഷെ നമ്മളത് മലയാളീകരിച്ച് പറയുമ്പോൾ ലാമറാജ് എന്നാവും. നോർമലി നമ്മളിവിടെ കസ്റ്റമേഴ്സ് വന്നാൽ ലാമറാജ് തന്നെയാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് ആയാലും അവരും കേട്ട് പരിചയിച്ച് ചെയ്യുന്നത് ലാമറാജ് തന്നെയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നും, പക്ഷെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മീനിങ്. പക്ഷെ ഇവിടെ നമുക്ക് ഇല്ല എന്ന് തോന്നുന്ന ഐറ്റംസ് കൂടെ അതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. സോ എന്തുകൊണ്ടാണ് സാധാരണ ഒരു കൺവെൻഷൻ സെന്ററിൽ ഹാള് മാത്രം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് പാക്കേജസ് ഉണ്ട്, ഒരു 3 ടൈപ്പ് പാക്കേജസ് ഉണ്ട്, അതിൽ ഒരുപാട് എലമെന്റ്സും ആഡ് ചെയ്യുന്നുണ്ട്. സോ വൈ ദിസ് ഐഡിയ? എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് വന്നത്? ഞാനിപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു 2007 തൊട്ട് ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് ട്രാവലിംഗ്, ഒരുപാട് കൺട്രീസ്, എനിക്ക് തോന്നുന്നു മോർ ദാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള ട്രാവലിംഗിന് പോകുമ്പോൾ കൂടുതലും ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കാറ്. അവിടെ നിന്ന് കിട്ടിയ ഐഡിയാസ് എല്ലാവരും പിന്നെ സ്വന്തം നാട്ടിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നല്ലൊരു സ്ഥാപനം വേണമെന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത് ഒരു Tier 3 സിറ്റിയാണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു Tier 3 സിറ്റിയാണ്. സിറ്റിയും അല്ല, ഒരു പഞ്ചായത്താണ് ആക്ച്വലി. നമ്മൾ ഒരു ഈവെന്റിനെയോ ഇതിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം മെട്രോ സിറ്റീസ്, അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ടൗൺ, അവിടേക്കാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൂടാ? നമുക്ക് എന്തുകൊണ്ട് മെട്രോ സിറ്റീസിന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഇതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ട്രാവലിംഗ് എന്നുള്ള പ്രചോദനം, പിന്നെ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, അത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കണം, നല്ല വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ളതായിരിക്കണം. അതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്ന് പറയാവുന്ന ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മളൊരു പ്രീമിയം ലെവൽ അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ പാക്കേജസും വരുന്നത്. സോ എങ്ങനെയാണ് ഇത്രയും ഇൻക്ലൂഷൻസ് ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഞാനായി കഴിഞ്ഞാലും ഒരു ഈവെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈവെന്റ്സ് ഒക്കെ വെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ സ്വന്തക്കാരുടെ ഈവെന്റ്സ് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം എല്ലാവരും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഈവെന്റ് നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ നടത്തുന്ന ഒരു ഈവെന്റ് നമുക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതും നമ്മുടെ ആ സ്ട്രെസ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, ഫ്രണ്ട്സിനോ ക്ലോസ് റിലേറ്റീവ്സിനോ അവർക്ക് ഉണ്ടാവും. അപ്പൊ അവരാരും ആ ഈവെന്റ് ശരിക്കും എൻജോയ് ചെയ്യില്ല. അപ്പൊ എന്തിന് പിന്നെ നമ്മൾ ഈവെന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാവരും എൻജോയ് ചെയ്യും. അപ്പൊ അത് പാടില്ല. ഈവെന്റ് നടത്തുന്നവർ ശരിക്കും എൻജോയ് ചെയ്യണം കാര്യങ്ങൾ. അപ്പൊ ആ സ്ട്രെസ് എല്ലാം നമ്മൾ ഏറ്റെടുക്കുന്നത്. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്.
അപ്പോൾ IT ഈവന്റ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ വെന്യൂയിലേക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ച് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് A to Z. സ്റ്റാർട്ടിങ് ഫ്രം ബുക്കിംഗ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാനും ഓട്ടോമേറ്റഡ് ആണ്, പേപ്പർലെസ് ആണ്. നമ്മളിവിടെ പേപ്പർ ബ്രൗഷർ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. അതും ആദ്യം ബ്രൗഷറും ആക്ച്വലി ഇതായിരുന്നു, ഡിജിറ്റലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു കൺവെൻഷണൽ കൺസെപ്റ്റ് വെച്ചിട്ട് ആൾക്കാർക്ക് പേപ്പർ വേണം. അപ്പൊ അതുകൊണ്ട് അതെ. നമ്മളിപ്പോ പേപ്പർ കൊടുക്കണ്ട. അത് Paperized. വെച്ച് ബാക്കിയൊന്നും നമ്മൾ പേപ്പറില്ല, എല്ലാം പേപ്പർലെസ് ആണ്. ഓക്കെ. സോ നമുക്ക് ഇവിടെ 3 പാക്കേജസ് ആണ് വരുന്നത് അല്ലേ? ഓരോ പാക്കേജിലും വരുന്ന ഇൻക്ലൂഷൻസും അതിന്റെ ഡിഫറൻസസും എന്തൊക്കെയാണ്? നമുക്ക് 3 പാക്കേജാണ് ഉള്ളത്. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കോറൽ, പേൾ, റൂബി. കോറലാണ് ഫസ്റ്റ് പാക്കേജ്. ആ പാക്കേജിൽ നമ്മൾ ഒരു ഈവെന്റിന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ലൈക്ക് കേക്ക്, വൈൻ, ബൊക്കെ, MC, ആങ്കർ, ഫ്യൂഷൻ, ലൈവ് ഫ്യൂഷൻ, DJ, ഹോസ്റ്റസസ് സ്റ്റേജിലെ ഹെൽപ്പിന് വേണ്ടിയിട്ട്, എൻട്രിയിൽ കൂൾ ഫയർ, കുട്ടികളുടെ പ്ലേ ഏരിയ, പാർക്കിംഗ് മാനേജ്മെന്റിന് വേണ്ടി മാത്രം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 25 സ്റ്റാഫ് ഉണ്ട്. വാലെ പാർക്കിംഗ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ആരും കൊടുക്കണില്ല വാലെ പാർക്കിംഗ് ഒന്നും, ഫ്രീ ആയിട്ട്. അത് കോംപ്ലിമെന്ററി ആണ്. ഓക്കെ. ഈ വാലറ്റ് പാർക്കിംഗും ഇതിൽ ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡ് ആണ്, ആണ്. ഫസ്റ്റ് പാക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. പ്ലസ് സ്റ്റേജ് ഡെക്കറേഷൻസ്, സ്റ്റേജിലെ പ്രോപ്പർട്ടീസ്. നമുക്ക് 2 ബങ്കറ്റാണ് ഉള്ളത്, ഇൻഡോർ ബങ്കറ്റും ഔട്ട്ഡോർ ബങ്കറ്റും. ഇൻഡോറിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്, ഔട്ട്ഡോറിലാണ് ഫുഡ് നടക്കുന്നത്. ഈ 2 ബങ്കറ്റിലും ഫർണിച്ചേഴ്സ് ലൈക്ക് ടേബിൾ, ചെയർ, സോഫ. ഇൻഡോറിൽ നമുക്ക് മോർ ദാൻ 50 സോഫാസ് ഉണ്ട്. ഔട്ട്ഡോറിൽ ഓൾമോസ്റ്റ് 200 ഗസ്റ്റുകൾക്ക് അറ്റ് എ ടൈം ഡൈനിങ് ചെയ്യാം. ഇതിനെല്ലാത്തിനും ഉള്ള ഫർണിച്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാറ്ററിംഗ് കൗണ്ടേഴ്സ്, ഇതെല്ലാം ഈ പാക്കേജിന്റെ ഭാഗമാണ്. ഫസ്റ്റ് പാക്കിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഡിഫറൻസ് വന്നത് ഫസ്റ്റ് പാക്കിൽ ബേസിക് അല്ല, ഒരു ലക്ഷറി ഇവന്റിനുള്ള എല്ലാവരും നമ്മൾ ഇൻക്ലൂഡ് അതെ, ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക് പാക്കേജ് എന്ന് പറയാൻ പറ്റില്ല അല്ല, തീർച്ചയായും. ബേസിക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പാക്കേജ് ആണ് അത്. ഓക്കെ. അത് ബേസിക് അല്ല ഒരിക്കലും. അതെ. പറയണ പോലെ തന്നെ ലക്ഷറി പാക്കേജ് ആണ്. ഫസ്റ്റിൽ അതെ. ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാക്കിൽ വരുമ്പോൾ ഡിഫറൻസ്, നമ്മൾ ഡാൻസ് പെർഫോമൻസ് ഇൻക്ലൂഡഡ് ആണ്. അത് പ്രൊഫഷണൽ ടീമാണ്, ഡീസോൾ കമ്പനി എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ടീമിൻ്റെ ആണ്. പ്ലസ് കേക്ക് കസ്റ്റമൈസ് ചെയ്യാം. മാലയും ബൊക്കയും ഫ്രഷ് ഫ്ലവറിൻ്റെ ആണ്. ഫസ്റ്റ് പാക്കിൽ അത് ആർട്ടിഫിഷ്യൽ ആണ്. തേർഡ് പാക്കിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് 2 പാക്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ആണ് ഡെക്കറേഷൻ. ലാസ്റ്റ് പാക്കിൽ വരുമ്പോൾ അത് ഫ്രഷ് ഫ്ലവറിൻ്റെ ആണ് ഡെക്കറേഷൻ. പിന്നെ അതിൽ വന്ന് ശിങ്കാരിമേള ഉണ്ട് അഡീഷണൽ. പ്ലസ് നമ്മൾ ഫോട്ടോ പ്രിന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം സ്റ്റേജിലെ ഫോട്ടോസ്, ഈവൻ ഫസ്റ്റ് പാക്കിലും സ്റ്റേജിലെ ഫോട്ടോസ് നമ്മളെ ക്യാമറമാൻ ഉണ്ട്, ഫോട്ടോ എടുക്കും. ഗസ്റ്റുകൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ, അവരുടെ ഫേസ് ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ അവരുള്ള എല്ലാ ഫോട്ടോസും അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ പ്രിന്റ് നമ്മൾ സെക്കൻഡ് പാക്കിലും തേർഡ് പാക്കിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പാക്കിൽ അഡീഷണൽ ഉള്ളത്, നമ്മൾ ഒരു ടാബ് ഈവെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഗസ്റ്റിന് ഒരു ടാബ് കൊടുക്കും. അതിൽ അവരുടെ ഫോട്ടോസ്, നമ്മൾ സ്റ്റേജിലെടുത്ത ഫോട്ടോസ്, 360 ഡിഗ്രിയുടെ വീഡിയോസ്, മിറർ സെൽഫിയുടെ വീഡിയോസ്, പ്ലസ് ലൈവ് സ്ട്രീമിംഗ്. ലൈവ് സ്ട്രീമിങ്ങും നമ്മുടെ ഈ 3 പാക്കിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ പോണത് 4K ലൈവ് സ്ട്രീമിംഗ് തന്നെയാണ്. അതിൻ്റെ റെക്കോർഡും ഈ ടാബിലുണ്ടാവും. അപ്പോൾ അവർക്ക് കൈൻഡ് ഓഫ് ഇവന്റ് കഴിയുമ്പോൾ തന്നെ അവർക്ക് അവരുടെ എല്ലാ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഒരു ടാബിലാക്കി നമ്മൾ കൊടുക്കണം. അവരുടെ വെഡിങ് മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ ഈവെന്റിന്റെ മെമ്മറി ആയിട്ട് അത് കൊടുക്കണം. ഇതാണ് 3 പാക്കേജസ് നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടാബ് അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കുന്നതാണോ? ആ ടാബ് ഗസ്റ്റിന് സ്വന്തമായിട്ട് കൊടുക്കുന്നതാണ്. അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം, അന്ന് തൊട്ട് അവർക്ക് അത് കാണാം. ഓക്കെ. അവരുടെ ലൈവ് വീഡിയോ ഓൾമോസ്റ്റ് മോർ ദാൻ 4 hours ഒരു വീഡിയോ റെക്കോർഡിങ്, സ്റ്റേജിലെ ഫോട്ടോസ് ആവറേജ് ആയിട്ട് ഓൾമോസ്റ്റ് 200 ഫോട്ടോസ് വരാറുണ്ട്. സ്റ്റേജിലെ ഫോട്ടോസ്, 360 സെൽഫിയുടെ, മിറർ സെൽഫിയുടെ എല്ലാ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ വിത്തിൻ ഈവന്റ് കഴിഞ്ഞാൽ അവർ പോണതിന് മുമ്പ് തന്നെ അത് ഹാൻഡ് ഓവർ ചെയ്യും. ശരിക്കും ഇങ്ങനെ ഒരു പാക്കേജ് വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എല്ലാം ചീപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ആണോ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ വരുന്നത് എന്തെങ്കിലും കുറഞ്ഞ ആർട്ടിസ്റ്റുകളാണ്, അങ്ങനെ ഒരു ചിന്ത വന്നേക്കാം. പക്ഷെ ഇവിടെ എല്ലാവരും ഒരു പ്രൊഫഷണൽ ടച്ച് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫോമിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അവരുടെ IDs പോയി ചെക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോഴും നമ്മളൊരു പ്രീമിയം ആർട്ടിസ്റ്റുകളെയാണ് കൊടുക്കുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു പാക്കേജിലേക്ക് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും എങ്ങനെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അത് നമ്മളിപ്പോൾ ഇത് ഒരു ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, കാരണം ഒരു പുതിയൊരു കൺസെപ്റ്റ് ആയിരുന്നു. ഇവിടെ കേരളത്തിലായാലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഈ നോർമൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെന്യൂ എടുക്കുക, വെന്യൂ റെന്റ് ചെയ്യുക, ബാക്കിയെല്ലാനും കസ്റ്റമർ തന്നെ അറേഞ്ച് ചെയ്യുക. ഈവൻ ബാക്കപ്പ് ജനറേറ്റർ, A to Z കാര്യങ്ങൾ നമ്മൾ വീണ്ടും അറേഞ്ച് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇവിടെ പ്രീമിയം
വെന്യൂസ് ഇവിടെ നിയർ ബൈ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇവിടെ അടുത്തുള്ള വെന്യൂസിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റിലും കൂടുതലാണ് വെന്യൂ മാത്രം കൊടുക്കുന്നത്. അതെ അപ്പൊ ഈ റേറ്റിന് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് അതെ അത് നമ്മൾ ഇതൊരിക്കലും ബിസിനസ് ആയിട്ട് കണ്ടിട്ടില്ല. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കാൻ എന്ത് പറ്റും അതിന്റെ ഭാഗമായിട്ട് കുറെ പേർക്ക് ജോലി കൊടുക്കണം. പ്ലസ് അഫോർഡബിൾ ആയിട്ട് വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് നമ്മൾ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോ ഒരു ബിസിനസ് അല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റണം. ആൻഡ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു ഇവന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഇവന്റുകൾക്ക് കുറച്ചും കൂടെ അധികം ഫീച്ചേഴ്സ് ഈ സെയിം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേഷൻസ് വരുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് 2022 മെയ് 1 ഫസ്റ്റ് ഇവന്റ് നടക്കുന്നത് മെയ് 2 അന്ന് നമ്മൾ ഇവന്റിന് അവർക്ക് ആക്ച്വലി ഇപ്പൊ നമുക്ക് മോർ ദാൻ 45 ഫീച്ചേഴ്സ് ഉണ്ട് ഫസ്റ്റ് പാക്കിൽ. കോറൽ എന്ന് പറഞ്ഞ ഫസ്റ്റ് പാക്കിൽ മോർ ദാൻ 45 ഫീച്ചേഴ്സ് ഉണ്ട്. അന്ന് അവർക്ക് ആക്ച്വലി നമ്മൾ ആകെ കൊടുത്തത് LED വാൾ ഉണ്ടായിരുന്നു, പാർക്കിംഗ് സ്റ്റാഫ് കുറച്ച് പേരുണ്ടായിരുന്നു, 10 പേരുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 25 പേരുണ്ട്. ഐ തിങ്ക് 4 to 5 ഫീച്ചേഴ്സ് മാക്സിമം അന്ന് കൊടുത്തിരുന്നത്. അന്ന് നമ്മൾ റെന്റ് 150,000 ആയിരുന്നു. ഇപ്പോൾ റെന്റ് 168,000 ആണ്. പക്ഷെ നമ്മൾ മോർ ദാൻ 45 ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഉത്തരം. ഇപ്പോഴും ഇതൊരു ബിസിനസ്സായി മാറിയിട്ടില്ല തന്നെ. ഓക്കെ, അപ്പം ഓരോ ഫീഡ്ബാക്കിൽ നിന്നുമാണ് ഓരോ ഇൻക്ലൂഷൻസ് ഇപ്പൊ നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് 2 years ഈവന്റ് കഴിഞ്ഞ സമയത്ത് തന്നെ ക്ലയൻസിന്റെ കയ്യിൽ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അതില് ഓരോ ക്ലയന്റിൽ നിന്നും കിട്ടിയിരുന്ന ഓരോ സജഷൻസും എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് 99% ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ലാസ്റ്റ് നമ്മളിപ്പോ ലാസ്റ്റ് റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് സ്റ്റേജിലെ ഫോഗ്. എനിക്ക് തോന്നുന്നു അതാണ് ലാസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു ഫീച്ചർ. അതും നമ്മൾ പെയ്ഡ് ആയിട്ട് കൊടുത്തിരുന്ന ഒരു ഫീച്ചറാണ്. ഓൾമോസ്റ്റ് 5,000 ചാർജ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ പാക്കേജിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അതും റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. കാരണം ഒരു ലക്ഷ്യ ഫീച്ചറാണ് അത്. പക്ഷെ അതെ വന്നവർക്ക് വേണം, ഫീച്ചർ വേണം. അപ്പൊ നമ്മൾ ആഡ് ചെയ്തു, പാക്കേജിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തു. നമ്മൾ ഇനീഷ്യൽ കോസ്റ്റിലാണ് നമ്മൾ ബെയർ ചെയ്യാണ്. അപ്പൊ നമ്മൾ നാട്ടിലെ സ്റ്റാൻഡേർഡ് നോക്കാറില്ല നോർമലി. പുറത്തൊരു ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അമ്യൂണിറ്റീസ് കൊടുക്കുന്ന എല്ലാം വേൾഡ് സ്റ്റാൻഡേർഡിലാണ്. ഫീച്ചേഴ്സും ആ ലെവലിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫീച്ചർ ഓഡിയോ ഗസ്റ്റ് ബുക്ക് ആണ്. എന്ന് പറഞ്ഞാൽ ഗസ്റ്റുകൾക്ക് ഒരു റെട്രോ ഫോൺ പോലത്തെ ഒരു ഫോൺ ഉണ്ട്. അതിൽ നിന്ന് അവർക്ക് ഡയൽ ചെയ്ത് ഗസ്റ്റ് അവരുടെ പരിപാടി നടക്കണം ബ്രൈഡിനും ഗ്രൂമിനും അവരെ വിഷ് ലീവ് ചെയ്യാം. ഈവന്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അവർക്ക് ആ ഓഡിയോ റെക്കോർഡ് കൊടുക്കും. അപ്പൊ പിന്നീടായാലും അവർക്ക് കൊല്ലങ്ങൾക്ക് ശേഷമായാലും ആ വിഷസ് അവർക്ക് കേൾക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇപ്പം 45+ ഫീച്ചേഴ്സ് നമ്മുടെ ഈ പാക്കേജിൽ ഓൾറെഡി വരുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഏതെങ്കിലും സർവീസസ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല പക്ഷെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എന്തെങ്കിലും സർവീസുകളുണ്ടോ? നമ്മളിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത മെയിൻ ആയിട്ട് ഇവന്റിന് വേണ്ട 2 കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് കാറ്ററിംഗ്, 2 ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ആണ്. ലൈക്ക് ലൈവ് സ്ട്രീമിംഗ്, സ്റ്റേജിലെ ഫോട്ടോസ്. ഇത് നമ്മൾ പ്രൊഫഷണൽ സ്റ്റാൻഡുകളിൽ തന്നെ ചെയ്യണതാണ്. ബാക്കിയുള്ളത് കാറ്ററിംഗും ഫോട്ടോഗ്രാഫിയും മാത്രം. അത് ഇപ്പൊ പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് ആണ്. ഇപ്പൊ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ പുറത്തുനിന്ന് ഇപ്പൊ ബ്രൈഡും ഗ്രൂമും പുറത്തായിരിക്കും. പുറത്ത് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത്. അവര് ഈവെന്റിന്റെ ചിലപ്പോൾ ഒരു 1 or 2 days മുമ്പാണ് ഇന്ത്യയിൽ എത്തുന്നത്. അപ്പൊ അവർക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ lamraj.events എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതില് കാറ്ററിംഗ് അവർക്ക് ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ മെനു ബിൽഡ് ചെയ്തെടുക്കാം അവർക്ക്. അപ്പൊ അവർക്ക് ഓരോ ഐറ്റത്തിന്റെയും പ്രൈസ് ലിസ്റ്റഡ് ആണ്. ഓരോന്ന് സെലക്ട് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യും. കാറ്ററിംഗിൽ ഈ മെനു ബിൽഡർ ഓൺലൈൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അധികം പേര് യൂസ് ചെയ്യണില്ല, കാരണം നമ്മളത് അങ്ങനെ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യണില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് ഇപ്പൊ വൺ ഷോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്ന പോലെ A to Z നമ്മൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും പ്ലാറ്റ്ഫോം റെഡിയാണ്. കൈൻഡ് ഓഫ് ഓട്ടോമേറ്റഡ് ആണ്, എല്ലാവരും പേപ്പർലെസ് അഗൈൻ. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ നമുക്ക് എല്ലാം സൈറ്റിലൂടെ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് നേരിട്ട് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? എല്ലാ ഇവന്റ്സിന്റെ വീഡിയോസ് ആണെങ്കിലും നമ്മുടെ വെന്യൂന്റെ ആണെങ്കിലും എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ഡേറ്റഡ് ആണ്. സോ നേരിട്ട് വന്നില്ലെങ്കിലും ഒരു ക്ലയന്റിന് ബുക്ക് ചെയ്യണമെങ്കിൽ എളുപ്പമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? നേരിട്ട് ഒരു തവണയെങ്കിലും വരണമോ, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ? നമ്മുടെ സൈറ്റ് ലാംരാജ് കൊറട്ടിന്നോ ലാംരാജ് ഇന്ത്യ എന്ത് സെർച്ച് ചെയ്താലും ആദ്യം തന്നെ ലിങ്ക് ലാംരാജ് കൊറട്ടിയുടെ ആയിരിക്കും. lamraj-in എന്നാണ്. സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ കാണിച്ചാൽ കുഴപ്പമില്ലല്ലോ. നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ
മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഉം. ആം, വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ, ലൈക്ക് 3 സ്റ്റെപ്പിൽ വെന്യൂ നമുക്ക് ബുക്ക് ചെയ്യാം. റിയൽ ടൈം കലണ്ടർ ആണ്. ഡേറ്റ് സെലക്ട് ചെയ്യുക, ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് ഡെയിലി 2 സ്ലോട്ട്സ് ആണുള്ളത്, ഡേ ഇവൻറ്റും ഈവനിങ് ഇവൻറ്റും. സ്ലോട്ട് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് പേജിൽ പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, പേയ്മെൻറ്റ് പേജ് ലാസ്റ്റ്. അതിൽ 50,000 ആണ് അഡ്വാൻസ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓൺലൈൻ ഓപ്ഷൻസും സപ്പോർട്ടഡാണ്. UPI, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, പേ ലേറ്റർ, EMI, ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ്, ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ്, ഈവൻ ഇൻ്റർനാഷണൽ ബാങ്ക് ട്രാൻസ്ഫർ ഓൺലൈൻ തന്നെ അവർക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. ഈവൻ ബാലൻസ് പേയ്മെൻറ്റും ഓൺലൈൻ തന്നെ. നമ്മൾ പേപ്പർലെസ് ആണ്. ഈ ബുക്കിംഗ് കഴിയുമ്പോൾ തന്നെ അവർക്ക് പേയ്മെൻറ്റിൻ്റെ ലിങ്ക് എല്ലാവരും കിട്ടും, ഫൈനൽ പേയ്മെൻറ്റിൻ്റെ. അതുവഴി ഫൈനൽ പേയ്മെൻറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 60% കസ്റ്റമേഴ്സും ഓൺലൈൻ തന്നെയാണ് ചെയ്യുന്നത്, A to Z. ഇത് ബുക്കിംഗ് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് ഇൻഫോംഡ് ആണ്. നമ്മൾ ഇനീഷ്യലി തന്നെ അവർക്ക് അവർ ബുക്ക് ചെയ്ത പാക്കേജ്, അതിൻ്റെ ഡീറ്റെയിൽസ്, നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ട്, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അത് ഓൺലൈനാണ് സൈൻ ചെയ്യേണ്ടത്, ഓൺലൈൻ കോൺട്രാക്റ്റ് ആണ്. ഇതെല്ലാനും ഇനീഷ്യലി അവർക്ക് പോവും. പ്ലസ് ഈവൻറ്റിൻ്റെ ഒരു 50 days മുമ്പ് തൊട്ട് നമ്മൾ കോർഡിനേഷൻ തുടങ്ങും. അതും ഇമെയിൽ, വാട്സപ്പ്, SMS വഴി അവർക്ക് നോട്ടിഫിക്കേഷൻസ് പോവും, ലിങ്കുകൾ പോവും. ലിങ്കിൽ അവർക്ക് നമുക്ക് ഈവൻ്റേക്ക് ഒരു ഫോം ഉണ്ട്. ആ ഫോമിൽ A to Z കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. കൈൻഡ് ഓഫ് സ്റ്റേജ് ഏത് വേണം, സ്റ്റേജിൽ പൂക്കൾ ഏത് വേണം, അതിൻ്റെ കളർ ഏത് വേണം, ചെയർ ബോ ഏത് വേണം, അതിൻ്റെ കളർ ഏത് വേണം, പാത്തിയോ കാർപ്പറ്റ് ഏത് വേണം, അതിൻ്റെ കളർ ഏത് വേണം. വെന്യൂ ഇൻഡോറിൽ നമുക്ക് കളർ ചേഞ്ചിങ് ലൈറ്റ്സ് ആണ് ഉള്ളത്. അത് മ്യൂസിക് സിങ്ക് പോലുമാണ്. അപ്പോൾ അത് ഏത് കളറിൽ നിർത്തണം. ബാക്കി കസ്റ്റമൈസേഷൻ ഉള്ളത് MC ആര് വേണം. നമുക്ക് പാനൽ ഓഫ് MCs ഉണ്ട്. അതിൽ ക്ലയൻസിന് അവരുടെ വീഡിയോസ് കാണാം. അത് ആര് വേണമെന്ന് സെലക്ട് ചെയ്യാം. ബാക്കി നമ്മൾ കൊടുക്കുന്ന ഈ 45 ഫീച്ചേഴ്സിൽ വേണ്ടാത്ത വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഗാർഡൻ ബങ്കറ്റിൽ ചെയർ ബോ, അവിടുത്തെ ടേബിളിൻ്റെ ക്ലോത്ത്, അതിൻ്റെ റണ്ണർ, ഇതിനെല്ലാം കസ്റ്റമൈസ് ചെയ്യാം. ഫ്യൂഷൻ മ്യൂസിക്കിന് കീബോർഡ് വയലിൻ, അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡ് വോക്കൽ, അത് ഏതാ വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. കൈൻഡ് ഓഫ് A to Z കാര്യങ്ങൾ അവർക്ക് ഫോം വഴി തന്നെ ഓൺലൈനായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻറ്റിനൂടെ വന്നാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡി ആയിരിക്കും. അപ്പോൾ ബുക്കിംഗ് തൊട്ട് ഈവൻറ്റിൻ്റെ ആ സമയം വരെ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിലും അവർ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കും. ഇതെല്ലാനും ഇപ്പം നമുക്ക് സ്റ്റേജ് ഡിസൈൻസ് മോർ ദാൻ 200 ഉണ്ട്. അത് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് സൈറ്റ് ഉണ്ട്. അത് കസ്റ്റമേഴ്സിന് നമ്മൾ ലിങ്ക് എല്ലാവരും പോകുന്നുണ്ട്. പബ്ലിക്കലി ലിസ്റ്റഡ് ആണ്. നമ്മുടെ മെയിൻ വെബ്സൈറ്റിൽ ഈ ലിങ്ക് എല്ലാം ഉള്ളതാണ്. അതിൽ സ്റ്റേജ് ഡിസൈൻസ് അവർക്ക് കാണാം. ഇപ്പം നമ്മൾ സ്റ്റേജ് ഡിസൈൻസ് മോർ ദാൻ 200 ഉണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പം ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിലും A to Z കാര്യങ്ങൾ നടക്കും. അങ്ങനെ 1-2 മോർ ദാൻ 3 മാരേജ് അങ്ങനെ നടന്നിട്ടുണ്ട്. ഒന്ന് US ക്ലയൻസ് ആയിരുന്നു. അവർ മാരേജിൻ്റെ സമയത്ത്, ഈവൻറ്റിൻ്റെ സമയത്താണ് ഇവിടെ എത്തിയത്. ലൈക്ക് 6 o'clock ഈവൻറ്റ്, അവർ എത്തുന്നത് 5:45 കണ്ടാണ്. അവർ വിചാരിച്ച പോലെ തന്നെയായിരുന്നു എല്ലാം സെറ്റ് ആയിരുന്നു. ശരിക്കും ഇങ്ങനെ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? അവര് ബുക്ക് ചെയ്തെല്ലാം നമുക്ക് ഓൺലൈനിൽ തന്നെ കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്കും ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈവൻറ്റേക്ക് ഈ ഫോം എന്ന് പറയുന്നത് റൺ ബുക്ക് പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോപ്പി കസ്റ്റമേഴ്സിന് നമുക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ ഇന്റർണൽ നമുക്ക് പല ടീമുകളുള്ളത്, എല്ലാവർക്കും ഈ കോപ്പി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ കാര്യമില്ല. കാരണം അവരെന്താണ് ചെയ്തതെന്ന് അവർക്ക് അറിയാം, നമുക്കും അറിയാം എന്താണ് ഔട്ട്പുട്ട് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഇനിഷ്യലി ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 1.5 years കഴിഞ്ഞിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത്. അതും ഈ ഫീഡ്ബാക്ക് എല്ലാം വഴിയാണ് ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ കൂടുതൽ തന്നെ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ ആഡ് ചെയ്യും. അപ്പം കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. A to Z കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നും എല്ലാ ഇവൻറ്റും ഒരുപോലെയാണെന്ന്. പക്ഷെ അല്ല, അകത്ത് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവും എന്താണ് മാറ്റങ്ങളുള്ളതെന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം ഓൺലൈനിൽ കണ്ടത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ക്ലിയർ ചെയ്യാം? നമുക്ക് നമ്മുടെ ഇവന്റ് ത്രൂ ഔട്ട് ഒരാൾ തന്നെയാണോ കോർഡിനേഷൻ, അല്ലെങ്കിൽ സെപ്പറേറ്റ് കോർഡിനേഷൻ ടീം ഉണ്ടോ? നമുക്ക് കോൾ സെന്റർ ഉണ്ട്. സെയിൽസിനും ആഫ്റ്റർ സെയിൽസിനും ഇപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനുള്ള കോൾ സെന്റർ ഉണ്ട്. സിംഗിൾ നമ്പറാണ് 9446776666. അത് ഇനീഷ്യൽ കസ്റ്റമർ ഹാൻഡ്ലിംഗ് ഇതുവഴി തന്നെയാണ്. പക്ഷെ വൺസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇമെയിൽ പോണത് നമുക്ക് ഈവൻറ്റ് മാനേജേഴ്സ് ഉണ്ട്. ഈവൻറ്റ് മാനേജറുടെ അവർ ആരാണോ അസൈൻഡ് ആ ഈവൻറ്റ് മാനേജറുടെ നമ്പർ അവർക്ക് പോകും. ആ പോയിന്റ് തൊട്ട് ആ ഒരാളെ മാത്രം സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആണ്. അവർക്ക് എന്ത് റിക്കമെൻഡ് ഉണ്ടെങ്കിലും അഡീഷണൽ റിക്കമെൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ആളെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി.
ഈവൻ ആദ്യം പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ lamraj.events അതിൽ നമുക്ക് ഡെക്കറേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെയിം ക്ലയൻറ്റിന് വീട്ടിലെ ഫങ്ഷൻസിന് ഇപ്പം മെഹന്തിയോ അല്ലെങ്കിൽ സംഗീത് നൈറ്റ് ഇതിനൊക്കെ അവർക്ക് വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല, നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെ എന്ത് ആവശ്യം കഴിഞ്ഞാലും ഈവന്റ് മാനേജറിനെ തന്നെ കോൺടാക്ട് ആണ്. സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ് ഈവന്റ് തീരണ വരെ. ഓക്കെ. സോ സാധാരണ നമ്മളൊരു കൺവെൻഷൻ സെന്റർ കാണുന്ന പോലെയല്ല ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. സോ അതിലെന്താണ് ഒരു ചേഞ്ച് വരാനുള്ള കാരണം? മെയിൻ ആയിട്ടുള്ളത് നമ്മളിവിടെ കൺവെൻഷനലായിട്ട് കണ്ടിട്ടുള്ള 4 ചുമര്, അതെ. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഫോൾ സീലിംഗ്, കുറേ ലൈറ്റുകൾ, ചുമര് ഒന്നുമില്ലെങ്കിൽ ടൈൽസ് വളരെ കുറവാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പോലെ തന്നെ അതാണ്. പക്ഷേ സാധാരണ തേച്ച ചുമര്. അങ്ങനത്തെ ചുമര് അത് കട്ടൻ വെച്ച് മൂടിയെടുക്കും. അങ്ങനത്തെ ഒരു നോർമൽ ഹോളുകളൊക്കെ അങ്ങനെയാണ്. അല്ലാതെ 5 സ്റ്റാറിലേക്ക് പോയി കഴിഞ്ഞാലും ഈ സ്റ്റാൻഡേർഡൊക്കെ തന്നെ. കുറച്ചുകൂടി ഇന്റീരിയറിലാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയതായിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ്. പുറത്തായാലും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് മെയിൻ കൺസെപ്റ്റുകൾ. പക്ഷേ നമ്മൾ യൂറോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ US ആ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ മാരേജ് കൂടുതലും ടെമ്പററി ആയിട്ടാണ് അവർ ചെയ്യണത്. വെന്യൂസ് കൂടുതലും ടെമ്പററി ആണ്. അപ്പം ഇങ്ങനത്തെ സ്ട്രക്ചർ വെച്ചിട്ട് ടെൻറ്റ് സ്ട്രക്ചർ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം അതിവിടെ ഒരിക്കലും പ്രായോഗികമല്ല. നമ്മളിവിടെ ചെയ്യൽ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് നമുക്കത് ചെയ്യൽ പ്രായോഗികമല്ല. അപ്പം അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് ഗ്ലാസ് വെച്ച് സൈഡ് ചെയ്യുക. അപ്പം മോർ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത അറിയാം. നമ്മൾ തുടക്കം തൊട്ട് റോഡ് തൊട്ട് പുറത്തിറങ്ങി പോകണവരെ കൂടുതലും ഓപ്പൺ ആണ് കാര്യങ്ങളെല്ലാം. അതുപോലെ നമ്മുടെ സർവീസസ് ആയാലും ഫീച്ചേഴ്സ് ആയാലും നമ്മളെല്ലാവരും ഓപ്പൺ ആണ്. ബില്ലിങ്ങിലായാലും എന്തായാലും ഫുള്ളി ഈ ഹോൾ കാണുന്ന പോലെ തന്നെയാണ്, ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ്. കൂടുതൽ നേച്ചറായിട്ട് നമുക്ക് കൂടുതൽ ഒരു കണക്ഷൻ കിട്ടും. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ട്രീസ് ഉണ്ട്, നാച്ചുറലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് രണ്ടും തിരിച്ചറിയൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളവർക്ക് അറിയാം ഇതിൽ ഏതാണ് ആർട്ടിഫിഷ്യൽ ഏതാണ് ലൈവ് എന്നുള്ളത് തിരിച്ചറിയാൻ കുറച്ച് പാടാണ്. അപ്പോൾ കൂടുതൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൂടുതൽ നേച്ചറിനോട് കണക്ട് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അതിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ കല്ല് മണ്ണ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഉപയോഗിച്ചേക്കുന്നത്. ആൻഡ് ഈ കൺവെൻഷൻ സെന്ററുകൾ സാധാരണ സെൻട്രലൈസ്ഡ് AC ആണ് നോർമലി. അപ്പം ഇവിടെ വരുമ്പോൾ AC തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്കൊരു ടവർ പോലത്തെ AC ആണ് വെച്ചിരിക്കുന്നത്? നമുക്ക് ഇതിൻ്റെ നോർമൽ കൺവെൻഷണൽ AC വെക്കാൻ പാടാണ്. കാരണം നമുക്ക് ഈ ഡക്റ്റ് അടിച്ച് ചെയ്യൽ ഇതിൻ്റെ ലുക്കിന് തന്നെ ഭയങ്കര ഇതാണ്. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യലും പ്രായോഗികമല്ല. അപ്പോൾ അതിനാകെയുള്ള ഒരു പോം വഴി ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ AC വെക്കാന്നുള്ളത്. അപ്പോൾ നാട്ടിൽ നമുക്ക് അവൈലബിൾ അല്ല. നമ്മളിവിടുത്തെ കൂടുതൽ സാധനങ്ങളും പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ഈ AC ആക്ച്വലി പുറത്തുനിന്ന് തന്നെ ഇമ്പോർട്ടഡ് ആണ്. നമ്മൾ അങ്ങനത്തെ വലിയ മൂന്ന് AC ഉണ്ട്. ഒരു 30 ടണ്ണിൻ്റെ ആണ് ഒരു AC. 10 3 കംപ്രസർ വെച്ച ഒരു AC. അതിൽ നിന്ന് എയർ ബ്ലോ ചെയ്യാണ്. എയർ ബ്ലോ ഓൾമോസ്റ്റ് ഒരു 30 മീറ്റർ എത്തും. നമ്മുടെ വിഡ്ത്ത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞതുള്ളൂ 30 മീറ്റർ ഉള്ളൂ. അപ്പോൾ കൂടുതലും ഒരു ACയുടെ ഫീൽ ആൾക്കാർക്ക് കൂടുതൽ കിട്ടും ഇങ്ങനത്തെ AC ആണെന്നുണ്ടെങ്കിൽ. അതാണ് ഒരു കാരണം. പിന്നെ നമ്മുടെ ഗ്ലാസ് ആണെങ്കിലും ഗ്ലാസ് ഇടുമ്പോൾ സാധാരണ ചൂട് കൂടുതലായിട്ട് ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് ഭംഗിക്കാണോ അല്ലെങ്കിൽ ചൂട് കുറയ്ക്കാനാണോ ഈ വെള്ളം വീഴുന്ന ഒരു ഐഡിയ ആൻഡ് ഡിസൈൻ വന്നിരിക്കുന്നത്? അത് നമ്മൾ ആദ്യത്തെ 1-2 പരിപാടി പകൽ പരിപാടി കഴിഞ്ഞപ്പോൾ ചൂട് ഈ പറഞ്ഞ പോലെ ഭയങ്കര ചൂടായിരുന്നു. വെച്ചാൽ നമ്മൾ ഈവനിങ് ഫങ്ഷൻസ് നടക്കുമ്പോൾ 18-19 ഒക്കെയാണ് ഉള്ളിലെ ടെമ്പറേച്ചർ. പക്ഷെ പകൽ ആദ്യത്തെ 2 പരിപാടി നമ്മളും വേറെ എങ്ങും പോയി നമുക്ക് നോക്കാൻ ഒരു സൗകര്യങ്ങളില്ല. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആദ്യമായിട്ടാണ് ചെയ്യണത്. വീട്ടിൽ തന്നെ ഇത് പെർമനന്റ് ആയിട്ട് ചെയ്യണത് കൈൻഡ് ഓഫ് ആദ്യത്തെ തന്നെയാണ്. അപ്പോൾ ഇത് വേറെ എങ്ങും നമുക്ക് പരിചയമില്ല എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പരിപാടി 2 പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചൂടിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. പകൽ ഇവന്റ് ഇട്ടാ, ഈവനിങ് അല്ല, ഡേ ഇവന്റ്സ്. അപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പം സീലിങ്ങിലും ഉണ്ട്, മുകളിലത്തെ കാണാൻ പറ്റില്ല. നമ്മൾ ഡേ ഇവന്റ്സിന് മുകളിലും ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ട്, ഗ്ലാസ്സിലും ഉണ്ട്. അപ്പോൾ ഗ്ലാസ്സിലെ ടെമ്പറേച്ചർ കുറച്ച് കുറയും. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡേ ഇവന്റ്സിന് ഭയങ്കര മാറ്റമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മോർ ദാൻ 10 to 14 ഡിഗ്രി ഡിഫറൻസ് വന്നു. അപ്പോൾ രാത്രി പക്ഷേ നമുക്ക് കളർ ലൈറ്റ്സ് ആയതുകൊണ്ട് ഈ വെള്ളം വരുമ്പോൾ അത് വേറൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മളത് നൈറ്റിനും എക്സ്റ്റെൻഡ് ചെയ്തു.
നമുക്ക് ഈ പ്രോഗ്രാം ആക്ച്വലി വരുന്നവർക്ക് ഭയങ്കര ഒരു വ്യൂ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചക്ക് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഭംഗി നമ്മൾ ഇവിടെ വരാത്തവർക്ക് ഒരുക്കുന്നുണ്ട് ലൈവ് സ്ട്രീമിംഗ്. സോ എങ്ങനെയാണ് അത് ലൈവ് സ്ട്രീമിംഗ്? സാധാരണ ഫോട്ടോഗ്രാഫി ടീമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് അഡീഷണൽ അവർ ചാർജ് ചെയ്യാറുണ്ട് വലിയൊരു എമൗണ്ട്. അപ്പം ഈ ഒരു ലൈവ് സ്ട്രീമിംഗ് നമ്മൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആവുമ്പോൾ അതിന്റെ ക്വാളിറ്റിയാണ് ഫോട്ടോഗ്രാഫി ടീം പിന്നീട് പറയുന്ന ഒരു കാര്യം. അപ്പൊ അതിൽ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ലൈക്ക് അവര് പറയുന്നത് അവരുടെ ക്വാളിറ്റി കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമുക്ക് അഡീഷണൽ വെക്കാം എന്നാണ് അവർ പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന്. അങ്ങനെയാണ് നമുക്ക് ക്ലയന്റ് റിവ്യൂസ് കിട്ടുന്നത്. സോ അതിന്റെ ഒരു ക്വാളിറ്റി ബേസിസിൽ എന്താ പറയാനുള്ളത്? ഈ റിവ്യൂസ് ഒരു 1.5 ഇയേഴ്സ് മുമ്പുള്ളതായിരിക്കും. നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ലൈവ് പോയിരുന്നത് നോർമൽ ക്യാമറാസ് ആയിരുന്നു. 4K ക്യാമറാസ് അല്ലായിരുന്നു. നോർമൽ 1K ക്യാമറാസ് ആയിരുന്നു. ഈവൻ നമ്മൾ വീഡിയോ സ്വിച്ചർ ഉപയോഗിക്കുന്നുണ്ട്. യോളോ ബോക്സ് എന്നാണ് വീഡിയോ സ്വിച്ചിൻ്റെ പേര്. അത് 1K ആയിരുന്നു. അപ്പോൾ എൻഡ് ടു എൻഡ് നമ്മൾ ക്വാളിറ്റിയിൽ കുറച്ച് ലൈവ് സ്ട്രീമിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് ശ്രദ്ധ കുറവായിരുന്നു. 1K ആയിരുന്നു. അന്ന് ഈ പറഞ്ഞ റിവ്യൂസ് വന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ അതിൽ ചേഞ്ചസ് വരുത്തി. ഇപ്പോൾ ലൈവ് സ്ട്രീമിന് ഉപയോഗിക്കുന്ന വീഡിയോ സ്വിച്ച് 4K ആണ്. നമുക്ക് 2 4K സോണിയുടെ 2 ക്യാമറയുണ്ട്. പ്ലസ് പാനസോണിക്കിൻ്റെ ലൂമിക്സ് G7 എന്ന് പറഞ്ഞ 4K ക്യാമറയുണ്ട്. അത് കൂടാതെ നമുക്ക് 3 PTZ ക്യാമറയുണ്ട്. എന്നുവെച്ചാൽ 360 ഡിഗ്രി തിരിക്കാവുന്ന ക്യാമറാസ്. കൺട്രോൾ ഡെസ്ക് ഉണ്ട്. കൺട്രോൾ ഡെസ്കിൽ നിന്ന് തന്നെ അവർക്ക് ഈ ക്യാമറാസ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ടോട്ടൽ ഒരു 6 ക്യാമറാസിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിന് മാത്രം. ഇതെല്ലാവരും 4K ആണ്. അതിലൊരു ഐഫോണും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ബ്രൈഡ് ഗ്രൂം പുറത്ത് വരുമ്പോൾ തൊട്ട് അവരകത്ത് കയറുന്നവരെ നമ്മൾ കവർ ചെയ്യാനുണ്ട്. അത് ഈ ഐഫോൺ വെച്ചിട്ടാണ് കവർ ചെയ്യണത്. അപ്പം നമ്മളതിൽ ടെക്നോളജീസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും. ഐഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഡിലേ ആണ്. നമ്മൾ ആദ്യം ചെയ്തിരുന്നപ്പോൾ നമ്മൾ RTMP എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അത് ഡിലേ മോർ ദാൻ 5 സെക്കൻഡ്സ് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡിങ് റൂം എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ LED വാളാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. വലിയ LED വാൾ നമ്മൾ അതിൽ ലൈവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിലേ ഭയങ്കര ഫീൽ ചെയ്യായിരുന്നു. കാരണം ബ്രൈഡിങ് റൂം ഇവിടെ എത്തിക്കഴിഞ്ഞാലും അവർ ചിലപ്പോൾ കുറച്ച് അകലെയായിരിക്കും നിൽക്കുന്നത്, എൻട്രൻസിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ടോട്ടലി ലൈവ് സ്ട്രീമിംഗ് അപ്ഗ്രേഡ് ചെയ്തു അല്ലേ? കംപ്ലീറ്റ് A to Z അവിടെ അപ്ഗ്രേഡ് ചെയ്തു. എൻഡ് ടു എൻഡ് 4K ആക്കി. ഈ മൊബൈൽ സ്ട്രീമിങ്ങിനുള്ളത് ഇപ്പോൾ ഐഫോണിൽ നിന്നുള്ള നമ്മൾ പുതിയ പ്രോട്ടോകോൾ ആക്കി അത് NDA എന്നുള്ള പ്രോട്ടോകോളിലേക്ക് ചേഞ്ച് ചെയ്തു. അതിൻ്റെ ഡിലേ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 160 മില്ലി സെക്കൻഡ്സ് ആണ്. അപ്പം നിയർ റിയൽ ടൈം ആണ് അത്. ഇപ്പോൾ നോക്കിയാൽ അറിയാൻ മാറ്റം. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് ലൈവ് സ്ട്രീമിങ്ങിനാണ്. അത് നോർമലി ഈ ക്വാളിറ്റിയിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലാരും ഈവൻസിന് 4K ലൈവ് സ്ട്രീമിംഗ് ഞാൻ കണ്ടിട്ടില്ല. വേറെ കൊടുക്കണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ വളരെ കുറവാണ്. ഇപ്പോൾ ആ കംപ്ലൈൻറ്റ് വരാൻ ഒരു സാധ്യതയില്ല. കാരണം വേറെ ആരും കൊടുക്കാത്ത ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലൈവ് സ്ട്രീമിങ്ങിന് മാത്രം 4 സ്റ്റാഫ് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഈ ക്യാമറ ഹാൻഡിലിങ്ങിനും വീഡിയോ സ്വിച്ചിങ്ങിനും ഓഡിയോ സ്വിച്ചിങ്ങിനും ആയിട്ട് 4 പേര് ഇതിന് മാത്രം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് ലൈവ് സ്ട്രീമിംഗ്. ഈ റിവ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഗൂഗിൾ എടുത്ത് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ 1 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും നമ്മൾ ഫെസിലിറ്റീസ് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 1 സ്റ്റാർ റേറ്റിംഗ് വരാനുള്ള കാരണം? ഓക്കെ, അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിവ്യൂസ് ഡയറക്റ്റ് ബുക്ക് ചെയ്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്നായിരിക്കില്ല. കാരണം അവരാരും അത് ചെയ്യാൻ 100%, 200% ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് നമുക്കിവിടെ കുറച്ച് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ലിക്കർ കൺസംപ്ഷൻ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് 25 പേര് പാർക്കിംഗ് മാനേജ്മെന്റിനുണ്ട്. അവർ പാർക്കിംഗ് മാത്രമല്ല ക്രൗഡ് കൺട്രോളും കൂടിയാണ്. അപ്പോൾ എൻ്റെ പ്രിമൈസ് CCTV മോണിറ്റേർഡ് ആണ്. നമുക്ക് മോർ ദാൻ 60 ക്യാമറാസ് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി പ്രൈവറ്റ് സ്പേസ് ഒഴിച്ച് ബാക്കിയെല്ലാം CCTV മോണിറ്റേർഡ് ആണ്. അപ്പോൾ നമ്മൾ ലിക്കർ കൺസംപ്ഷൻ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അപ്പോൾ അറിയാലോ, പിള്ളേർ സ്മോൾ അടി പബ്ലിക്കായിട്ട് ചെയ്യും. നമ്മളത് വാൺ ചെയ്തിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിമൈസിൽ നിന്ന് അവരെ പുറത്താക്കും. പുറത്ത് പോയി കഴിച്ചോളാൻ പറയും. അതിൻ്റെ പേരിലുണ്ടാവുന്നതാണ് ഈ എല്ലാവരും. അതും ചിലപ്പോൾ അവർ ഗ്യാങ് ആയിരിക്കും. അപ്പോൾ അവർ ഒരുപാട് റിവ്യൂസ് അതിൻ്റെ പേരിൽ സെയിം ഡേ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് 1-2 കൈൻഡ് ഓഫ് സൈബർ അറ്റാക്ക് പോലെ തന്നെ നടക്കുന്നതാണ്. ശരിക്കും ഒരു ഗസ്റ്റിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഫാമിലിയുടെ സെലിബ്രേഷനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ സെലിബ്രേഷൻ ആകുമ്പോൾ ഒരു ലിക്കർ കൺസംപ്ഷൻ അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അവർക്കത് വേണമെന്ന് തോന്നിയാൽ എന്തുകൊണ്ടായിരിക്കും ഇവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? അവർക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മളത് അനുവദിക്കും.
അതിന് കേരള ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അവർക്ക് 1 ഡേ ലൈസൻസ് എടുക്കാം. ഓക്കെ. ബിവറേജസിന്റെ 1 ഡേ ലൈസൻസ് എടുക്കാം. ബിവറേജിന്റെ അല്ല, എക്സൈസ് വകുപ്പിന്റെ 1 ഡേ ലൈസൻസ് എടുക്കാം. അതിന് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. 40,000 പെർ ഡേ ലൈസൻസിന് എക്സ്പെൻസ് വരും. അത് ഓൺലൈൻ ചെയ്യാവുന്നതാണ്. നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ പരസ്യമായിട്ട് നമ്മൾ നമ്മുടെ ഗാർഡൻ മാർക്കറ്റിൽ സെർവ് ചെയ്യാം. അല്ലാതെ പ്രൈവറ്റ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ബാറ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ. നമ്മൾ അതിന് എതിരല്ല, പക്ഷെ ലീഗലായി തന്നെ ചെയ്യണം അത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ന്യൂസൻസ് ആണ്. ഈ പബ്ലിക്കായിട്ട് ലിക്കർ കൺസ്യൂം ചെയ്ത് അത് അവരുടെ ഇവന്റിന് തന്നെയാണ് അത് ബാധിക്കാൻ പോണത്. ഓക്കെ. സോ നമുക്ക് ഈ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പൊ നമ്മുടെ 3 പാക്കേജ് ഉണ്ട്. ഇപ്പം ആദ്യത്തെ പാക്കേജ് എടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പാക്കേജിലെ ഒരു ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അവർക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പാക്കും നെക്സ്റ്റ് പാക്കിലുള്ള മെയിൻ ഡിഫറൻസ്, സെക്കൻഡ് പാക്കിൽ ഡാൻസ് ഉണ്ട്, കേക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാലയും ബൊക്കയും ഫ്രഷ് ഫ്ലവറിന്റെ, ശിങ്കാരിമേളം, ഫ്രഷ് ഫ്ലവർ ഡെക്കറേഷൻ, ഈവന്റ് ടാബ്, ഇതൊക്കെയാണ് അഡീഷണൽ വന്നത്. ഇതിൽ ഈ ഫ്രഷ് ഫ്ലവർ ഡെക്കറേഷൻ വെച്ച് ബാക്കിയെല്ലാനും അവർക്ക് പെർ ഫീച്ചറായിട്ട് ആഡ് ചെയ്യാം. നമ്മൾ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ട് ആഡ് ചെയ്ത് അവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഇവിടെ ഇവന്റ്സ് നടത്തുന്ന ക്ലയൻസിന് ഈ ഒരു പാക്കേജ് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. വരുന്ന ഗസ്റ്റുകളെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള തന്നെ? വരുന്ന ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ക്ലയൻസ് ആണ് വരും. അതെ. അപ്പൊ അവരെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യാൻ പോണതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇപ്പൊ അവർ ആദ്യം കയറി വരുമ്പോൾ തന്നെ പുറത്ത് നമുക്ക് 360 ഡിഗ്രി സെൽഫി ഉണ്ട്. അത് അവിടെ അസിസ്റ്റൻസിന് ആളുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അവർക്ക് അപ്പം തന്നെ ലൈവായിട്ട് വലിയ ടി വിയിൽ കാണാം. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഐപാഡ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് അവർക്ക് അത് ഷെയർ ചെയ്തെടുക്കാം. അവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇൻഡോർ ബങ്കറ്റിലേക്ക് കയറുമ്പോൾ കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് 2 PS4 ഉണ്ട്. അത് കഴിഞ്ഞാൽ മിറർ സെൽഫി ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആരും കൊടുക്കണില്ല എന്ന് പറഞ്ഞു മിറർ സെൽഫി. ഓക്കെ, മിറർ സെൽഫി അവർക്ക് അവരുടെ ഫോട്ടോ എടുക്കാം. അപ്പം തന്നെ അത് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് അഡീഷണൽ ഒരു ഐപാഡ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഹെൽപ്പിന് നമുക്ക് സ്റ്റാഫ് ഓൾറെഡി ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ സ്റ്റേജിലെ ഫോട്ടോസ് ഇപ്പം നോർമലി നമ്മളൊരു ഈവെന്റിന് പോയി, നമ്മൾ തന്നെ ഒരു ഈവെന്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ ഒരു ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ ഒരിക്കലും നമ്മൾ കാണുന്നില്ല. നമ്മളത് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. നമ്മൾ സ്റ്റേജിൽ കയറിയിരുന്ന ഫോട്ടോ നമ്മൾ കാണാറില്ല, ചിലപ്പോൾ അവർ മാത്രം കാണാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 TV വെച്ചിട്ടുണ്ട്, ഒരു QR കോഡ്. ഇപ്പം ഗസ്റ്റുകൾക്ക് ആർക്കായാലും ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുള്ള എല്ലാ ഫോട്ടോസും, QR കോഡ് സ്കാൻ ചെയ്യുക, സെൽഫി എടുക്കുക, അവരുള്ള എല്ലാ ഫോട്ടോസും അവർക്ക് അപ്പം തന്നെ ലിസ്റ്റഡ് ആയിരിക്കും, ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമ്മൾ ക്ലയൻസിന് ഷെയർ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഈ എല്ലാ വീഡിയോസും ഫോട്ടോസും എല്ലാനും അവർക്ക് ടാബിലല്ലാന്നുണ്ടെങ്കിലും ഈവന്റ് കഴിയുമ്പോൾ തന്നെ നമ്മളത് കൊടുക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇനി ഫോട്ടോ സെഷൻസ് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. സെൽഫി ബൂത്തുകൾ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. വേറെ മോർ ദാൻ 3 to 4 ഫീച്ചേഴ്സ് ഗസ്റ്റുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സിനും അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാഫ് ഉണ്ട്. നമുക്കൊരു ഈവെന്റിന് ഓൾമോസ്റ്റ് 40 സ്റ്റാഫ്, പെർ ഈവന്റ് 40 സ്റ്റാഫ് ഉണ്ട്. അത് പാർക്കിംഗ് മാനേജ്മെന്റ് 25 ഇൻക്ലൂഡിങ് വാലറ്റ് പാർക്കിംഗ്. വാലറ്റ് പാർക്കിംഗ് നമുക്ക് ഡെഡിക്കേറ്റഡ് എൻട്രൻസ് തന്നെയുണ്ട്. സെൽഫ് പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് വേറെയാണ്, വാലറ്റ് പാർക്കിങ്ങിന് വേറെ എൻട്രൻസ് ആണ്. അവിടെ 7 പേര് വാലറ്റ് പാർക്കിങ്ങിനുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ വാട്സപ്പിൽ അവർക്ക് ടോക്കൺ നമ്പർ കിട്ടും. ആ ടോക്കൺ നമ്പർ ഏത് സ്റ്റാഫിനോട് പറഞ്ഞാലും വണ്ടി തിരിച്ചു കൊണ്ടുവരും. നമുക്ക് വാലറ്റ് പാർക്കിന് അഡീഷണൽ ഗ്രൗണ്ട് ഉണ്ട്, CCTV മോണിറ്റേഡ് ആണ്. പാർക്ക് ചെയ്യണത് വേറെ ഗ്രൗണ്ടിലാണ്, പക്ഷെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു 50 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ലെസ് ദാൻ 2 minutes വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ വണ്ടി തിരിച്ചു കിട്ടാനായിട്ട്. ഡെക്കറേഷൻ നമുക്ക് ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. ഈ പറഞ്ഞ പോലെ ഐപാഡ് സ്റ്റേഷൻസിന് ആളുണ്ട്, മിറർ സെൽഫിക്ക്, 360 സെൽഫി, സ്റ്റേജിലെ ഹെൽപ്പിന് 2 ഹോസ്റ്റസുകൾ, ക്ലീനിങ് സ്റ്റാഫ്, 2 വാഷ്റൂം, ലേഡീസിൻ്റെ ജെൻസിൻ്റെ വാഷ്റൂമിൽ ഫുൾ ടൈം ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. വാഷ് ഏരിയയിൽ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. ഓൾമോസ്റ്റ് 40 സ്റ്റാഫ് പെർ ഇവന്റിനുണ്ട്. ശരിക്കും ഇത്രയും സ്റ്റാഫ് വരുന്ന സമയത്ത് നമ്മുടെ വരുന്ന ഗസ്റ്റിന്റെ ഒരു കൺസേൺ ആയിരിക്കും, അതായത് കാറ്ററിംഗ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു കൗണ്ട് പറയേണ്ടി വരും. കാരണം ഇത്രയും 40 സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഇത്രയും കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ വലിയൊരു എമൗണ്ട് അതിനും കൂടെ അഡീഷണൽ കാണേണ്ടി വരും.
അപ്പം എങ്ങനെയാണ് ഇവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണോ നമ്മുടെ കൗണ്ട് ഓഫ് പ്ലേറ്റ്സിൽ? നമ്മളൊരു 6 മന്ത്സ് മുമ്പ് വരെ ഈ ഒരു കാര്യം നമ്മൾ അത്ര കൺസേൺ ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ നമുക്ക് കുറച്ച് ഫീഡ്ബാക്ക് എല്ലാവരും കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 3 മന്ത്സ് ആയിട്ട് ലാസ്റ്റ് നവംബർ തൊട്ട് നമ്മൾ സ്ട്രിക്ട്ലി ഒരു ശ്രദ്ധിച്ചേക്കണ കാര്യം ഇതാണ്. സ്റ്റാഫിന് വേണ്ടി ഈ പറഞ്ഞ 40 പേർക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ടേഴ്സ് ലൈക്ക് ഡ്രിങ്ക്സ്, അവർക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ടർ ആയിട്ടുള്ള സ്മോൾ സ്നാക്സ് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ജ്യൂസിന്റെ ഏരിയയിലോ സ്റ്റാർട്ടറിലോ നമ്മുടെ സ്റ്റാഫ് ആരും ഉണ്ടാവില്ല. നമ്മൾ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഈവന്റ് കഴിഞ്ഞ് ഫുഡ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റാഫ്, അതും ക്ലയന്റ് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഫുഡ് നമ്മുടെ സ്റ്റാഫ് കഴിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യും. നമ്മൾ പല ഇവന്റ്സിനും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യാറ് ഫുഡ്. അപ്പൊ അവരുടെ കൗണ്ട് ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ 40 പേരെന്ന് കേൾക്കുമ്പോൾ തോന്നാവുന്ന ചോദ്യമാണ് അത്. അതെ. സോ ഈ ഒരു AI ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ, അത് എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു പ്രൊഫഷനും ഈ പാഷനും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ വന്നൊരു ഐഡിയ ആണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഗസ്റ്റുകൾക്ക് ആ ഒരു ഫോട്ടോ കൊടുക്കണം എന്ന് തോന്നി? ഈ ഒരു ഐഡിയയും കുറെ പേർക്ക് പുതിയതാണ്. സോ എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് ആ വന്നത്? നമ്മൾ 1-2 ഈവന്റ്സിനൂടെ കണ്ടിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ടീം വന്ന് അവർ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റ് ഫോട്ടോ കൊടുക്കല്, അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ ഷെയറിങ് ഓപ്ഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് അവർ കഴിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് കളയും, ഒരു 3-4 ടേബിൾ ഇടും, ഒരുപാട് കേബിൾ റൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇൻകൺവീനിയൻസ് ആണ്. അതെ നമുക്കും അതെ നമ്മുടെ ഭാഗത്തുനിന്ന് ഈവന്റ് നടത്തുന്ന നമുക്കും വരുന്ന ഗസ്റ്റുകൾക്കും ഈ ഫോട്ടോഗ്രാഫേഴ്സിന് എല്ലാവർക്കും ഇൻകൺവീനിയൻസ് ആണ്. അതും ഇൻസ്റ്റന്റ് ഒന്നല്ല. അപ്പൊ ഞാൻ ടെക്നോളജി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിന് സൊല്യൂഷൻ വേണമെന്നുള്ളത് അന്നേ തന്നെ തീരുമാനിച്ചേക്കുന്നതാണ്. തീരുമാനിച്ചു. അപ്പൊ സോഫ്റ്റ്വെയറുകൾ നോക്കി നടന്ന് നമുക്ക് പറ്റിയ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാവുന്നത്, അതും AI ഫേസ് ഡിറ്റക്ഷൻ ഉള്ളത്. അപ്പൊ ഗസ്റ്റുകൾക്ക് വളരെ ഉപകാരമാണ്. അപ്പൊ തന്നെ ഫോട്ടോ കിട്ടും. ഫോട്ടോയിൽ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അവർ സെൽഫി എടുക്കുക, അവരെ എല്ലാ ഫോട്ടോസും കിട്ടും. ഈ 2 കാരണമാണ് മെയിൻ ആയിട്ട് അതിലേക്ക് പോകാനുള്ള ഒരു ഇത്. പ്ലസ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. ഓക്കെ. നമുക്ക് ഈ ഒരു വെന്യൂല് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സിൽ വരുന്ന മാറ്റം മാത്രമല്ല, നമ്മുടെ വെന്യൂലേക്ക് കയറുമ്പോൾ തന്നെ ആംബിയൻസിലും ഇങ്ങനെ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം, ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആംബിയൻസിലെ ചേഞ്ച് ഫ്രീക്വന്റ് ആയിട്ട് വരാനുള്ള കാരണം? നമ്മള് ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ആവാണ്. ഓക്കെ. അപ്പൊ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്തായാലും. അതെ. ഇപ്പം വളരെ അകലെയും പരിപാടികൾ നടക്കുന്നുണ്ട്, അടുത്തുനിന്ന് നടക്കുന്നുണ്ട്. അപ്പൊ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വളരെ ചാൻസ് ആണ് കൂടുതൽ വരാനായിട്ട്. അപ്പൊ വരുന്നവർക്ക് തന്നെ ഒരു മടുപ്പ് വരും. ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിലായാലും ഒരേ സാധനം ഒരേ സ്ഥലത്ത് ഇരിക്കുന്നത് എപ്പോൾ കണ്ടാലും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മടുപ്പ് വരും. മടുക്കും. ഒരു കാരണം അതാണ്. ഇപ്പൊ ചേഞ്ചസ് എപ്പോഴും അനിവാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ വെന്യൂ എല്ലാ സമയത്തും ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ അത് ഇവിടെ ബുക്ക് ചെയ്യുന്നവർക്കും വരുന്ന ഗസ്റ്റുകൾക്കും ആർക്കായാലും അത്ര അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമില്ല. ഇവിടെ ആരും ചേഞ്ച് ചെയ്യുന്നില്ല ബാക്കി വെന്യൂസ് ഒന്നും. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം ഇവിടുത്തെ സ്റ്റാൻഡേർഡുകളോ ഇവിടുത്തെ കോമ്പറ്റീഷനോ നമ്മൾ നോക്കുന്നില്ല. അപ്പൊ നമ്മൾ എവറി 6 മന്ത്സ് മിനിമം, എവറി 6 മന്ത്സ് മേജർ സീസണിൽ മേജർ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരും. ലാസ്റ്റ് 3 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു 3 കൊല്ലത്തേക്ക് നമ്മൾ ഓൾറെഡി പ്ലാനിലുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതും പ്ലാനിൽ വരും. ഓക്കെ. അപ്പൊ ഇനി വരാൻ പോകുന്ന, നമുക്കിപ്പോ സർപ്രൈസ് അല്ലെങ്കിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും? നമ്മളിതെല്ലാനും നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് എല്ലാനും നമ്മൾ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് roadmap.lamdas.co എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ മെയിൻ വെബ്സൈറ്റിൽ ലിങ്ക് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ്, നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ചേഞ്ചസ്, നെക്സ്റ്റ് 9 മന്ത്സിനുള്ള പ്ലാൻസ്, അതിൻ്റെ അപ്പുറത്തോളം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഫീച്ചേഴ്സ് ഇതെല്ലാനും നമ്മുടെ റോഡ് മാപ്പ് സൈറ്റിൽ എല്ലാനും ലിസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതും ചെയ്യണത്. ഓക്കെ. അപ്പൊ ഈ വരുന്ന ഗസ്റ്റുകൾ, നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വരുന്ന ഗസ്റ്റുകളാണ് നാളത്തെ നമ്മുടെ ക്ലയൻസ് എന്നുള്ളത്. സോ അങ്ങനെ വന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ക്ലയൻസ് ആണ് എന്ന് പറഞ്ഞ ബുക്കിംഗ് നമുക്കിവിടെ വന്നിട്ടുണ്ടോ? 99%ഉം അങ്ങനെയാണ്. നമ്മൾ അല്ലാതെ വേറെ പബ്ലിസിറ്റി ഒന്നും, നമുക്ക് മാർക്കറ്റിംഗ് വേറെ ഒന്നും ഇല്ല. ഓഫ്ലൈനോ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് ഇടുന്നുണ്ട്, അല്ലാതെ വേറൊരു മാർക്കറ്റിംഗ് നമുക്കില്ല. എല്ലാം വേർഡ് ഓഫ് മൗത്ത്, അല്ലാതെ വന്ന് കണ്ട് ബുക്ക് ചെയ്യുന്നവർ, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ മേജർ ചേഞ്ചസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ചേഞ്ചസ് അത് നമ്മൾ ഗ്യാരണ്ടീഡ് ആണ്. ഈ ചേഞ്ചസ് നെക്സ്റ്റ് 3 ഇയേഴ്സിലുള്ള ഓൾറെഡി പ്ലാൻഡ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം. ശരി. ആൻഡ് ഇവിടെ നമുക്ക് വരാണെങ്കിൽ സാധാരണ കൺവെൻഷൻ സെന്ററിൽ വാഷ്റൂം ആണെങ്കിലും എല്ലാം പ്രൊവൈഡഡ് ആയിരിക്കും, പക്ഷെ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലീൻ ആയിരിക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് ലൈവായിട്ട് ക്ലീൻ ചെയ്യാനുള്ള സ്റ്റാഫുകളും ഉണ്ട്. സോ ക്ലെൻലിനെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലൊരു അഭിപ്രായമാണ് ക്ലയൻസിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടുന്നത്.
സോ എന്തുകൊണ്ടാണ് അങ്ങനെ ശരിക്കും ഒരു ഇവന്റ് കഴിയുമ്പോഴാണ് ക്ലീൻ ചെയ്യാറ്, പക്ഷെ ലൈവായിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഐഡിയയിലേക്ക് എന്തുകൊണ്ട് വന്നു? നമുക്കിവിടെ പെർമനന്റ് സ്റ്റാഫ് ഉള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലീനിങ് സ്റ്റാഫാണ്. 6 പേര് ക്ലീനിങ് സ്റ്റാഫാണ്. നിങ്ങൾ വേറെ ഏത് വെന്യൂവിൽ പോയാലും ഇത്രയും ക്ലീനിങ് സ്റ്റാഫ് പെർമനന്റ് സ്റ്റാഫ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മളൊരു ഈവന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവരാദ്യം ഈ കംപ്ലീറ്റ് പ്രിമൈസ്, അതായത് ഈ ഇൻഡോറോ ഔട്ട്ഡോറോ മാത്രമല്ല കംപ്ലീറ്റ് പ്രിമൈസ് നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണാവുന്നതാണ്. കംപ്ലീറ്റ് പ്രിമൈസ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്യണതാണ്. എനിക്ക് 2 or 3 ബുക്കിംഗ് ഇതിന്റെ പേരിൽ മാത്രം വന്നിട്ടുണ്ട്. ക്ലീൻലിനെസിന്റെ ഭാഗം ഇത് മാത്രം നമുക്ക് 2 or 3 ബുക്കിംഗ് വന്നിട്ടുണ്ട്. ശരിക്കും അത് എടുത്ത് പറയേണ്ടതാണ്, കാരണം ഫുൾ ഡ്രൈ ആയിരിക്കും എപ്പോഴും, വാഷ്റൂം ആണെങ്കിലും. വാഷ്റൂമിൽ പറഞ്ഞ പോലെ ഫുൾ ടൈം ലേഡി Staff ബാത്റൂമിൽ ഉണ്ട്. ലേഡി സ്റ്റാഫ് ഉണ്ട്, ജെൻസിലും ഉണ്ട്, പുറത്തെ വാഷ് ഏരിയസിലുണ്ട്. ഈവൻ നമ്മൾ സ്റ്റാഫിന് വേണ്ടി മാത്രം വാഷ്റൂം ഏരിയ ഉണ്ട്. അതുപോലും അവിടെ പോലും ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് സാധാരണ ഒരു കൺവെൻഷൻ സെന്ററിൽ വിത്ത് AC, വിത്തൗട്ട് AC അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബാങ്ക്വറ്റ് ഹാൾ ഉണ്ടാവും ചെറിയ പ്രോഗ്രാംസിന് വേണ്ടി. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, നമുക്ക് വിത്തൗട്ട് AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ ബാങ്ക്വറ്റ് ഹാൾ ഉണ്ടോ? ഒരു ചെറിയ പ്രോഗ്രാം നടത്തണമെങ്കിൽ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഓക്കെ. ഓക്കെ. നമ്മൾ നോർമലി കണ്ടിട്ടുണ്ട് ഒരു വെന്യൂവിൽ തന്നെ 2 or 3 ഹോൾസ് ഉണ്ടാവും. അതെ. അറ്റ് എ ടൈം 3 ഈവൻറ്റ്സ് നടക്കുന്നുണ്ടാവും. ഭയങ്കര ക്ലംസി ആയിരിക്കും. കാരണം 3 പേർക്കും പ്രൈവസി ഇല്ല. അതെ. 3 ഈവന്റിനെയും ഗസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് മാറിപ്പോവാം. ഒരുപാടുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ നിശ്ചയിച്ചിരുന്നു 2 ഈവന്റ് അറ്റ് എ ടൈം നടത്തൂല. ഉം. നമ്മൾ നോർമൽ കൺസെപ്റ്റ് നമ്മുടെ എൻ്റെ പ്രിമൈസ് ഇൻക്ലൂഡിങ് ഈവന്റ് മാനേജ്മെന്റ് നമ്മൾ റെന്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ ഗാർഡൻ ബങ്കറ്റ്. അത് നമ്മൾ ഫ്രൈഡേസ് മാത്രം റെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ വേറെ ബുക്കിംഗ് എടുക്കില്ല. അറ്റ് എ ടൈം ആ സിംഗിൾ ക്ലയന്റ് ഉണ്ടാവുള്ളൂ. അതും ഓൾ ഇൻക്ലൂസീവ് തന്നെയാണ്. അത് നമ്മൾ ചാർജ് ചെയ്യുന്നത് 70,000 പ്ലസ് GST. നമ്മുടെ എല്ലാ ബാഗിനും പ്ലസ് GST ഇൻക്ലൂഡഡ് ആണ് 18%. ശരിക്കും നമുക്കിപ്പോൾ ഒരു കൺവെൻഷൻ സെന്റർ എടുക്കുമ്പോൾ വരുന്ന ഒരു കൺസേൺ ആണ്, നമ്മുടെ വരുന്ന ഗസ്റ്റുകളുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള അത്രയും സ്ഥലം ആ കൺവെൻഷൻ സെന്ററിന് ഉണ്ടോ എന്നുള്ളത്. സോ നമുക്ക് ഇവിടെ എത്ര കാറുകൾക്കാണ് പാർക്കിംഗ് സ്ലോട്ട് അവൈലബിൾ ഉള്ളത് നിലവിൽ? അറ്റ് ദ മൊമെന്റ് നമ്മൾ അപ് ടു 250 കാർസ് നമുക്ക് സ്ലോട്ട്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് വാലറ്റ് പാർക്കിംഗ്. നമ്മൾ ഇപ്പോൾ യെസ്റ്റർഡേ നമ്മളൊരു 30 പാർക്കിംഗ് സ്ലോട്ട് ആഡ് ചെയ്തു. നെക്സ്റ്റ് 3 months അറൗണ്ട് 60 to 70 അഡീഷണൽ പാർക്കിംഗ് നമ്മൾ ആഡ് ചെയ്യും. അപ് ടു 300 കാർസ് നമുക്ക് പ്രശ്നമില്ല. അതും ഈ പറഞ്ഞതിൽ നമ്മൾ വാലറ്റ് പാർക്കിംഗ് ഇൻക്ലൂഡഡ് ആണ്. അപ് ടു 90 കാർസ് നമ്മൾ വാലറ്റ് പാർക്കിങ്ങിൽ എടുക്കും. സെൽഫ് പാർക്കിംഗ് ആയാലും ഇത്ര ദൂരത്തിലല്ല, വെന്യൂവിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കിംഗ് ഉള്ളത്. വാക്കബിൾ ഡിസ്റ്റൻസ്. നമുക്ക് എല്ലായിടത്തും സൈൻ ബോർഡ്സും എല്ലാം ഉണ്ട്. അപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് ടൈം തന്നെ ആളായാലും പ്രോപ്പറായിട്ട് സൈൻ ബോർഡ്സ് എല്ലാം ഉള്ളതാണ്. അവർക്ക് പ്രോപ്പറായിട്ട് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ജ്യൂസ് ആണോ, സ്റ്റാർട്ടർ ആണോ, മെയിൻ കോഴ്സിനാണോ, അത് ഇൻഡോറിലെ ഫംഗ്ഷൻ നടക്കുന്ന ഏരിയ ആണോ, എവിടെ പോകണമെന്നുണ്ടെങ്കിൽ സൈൻ ബോർഡ്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് മാക്സിമം എത്ര പാക്സിനെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എത്ര പാക്സ് വരെയാണ് ഒരു ഇവന്റിന് അലോട്ട് ചെയ്യുന്നത്? നമുക്ക് 2 ബങ്കറ്റാണ് ഉള്ളത്. ഇൻഡോർ അവിടെയാണ് നമ്മൾ നോർമൽ ഫംഗ്ഷൻ നടക്കുക. ഔട്ട്ഡോർ ഗാർഡൻ ബങ്കറ്റ് അവിടെയാണ് ഫുഡ് ഡൈനിങ് നടക്കുന്നത്. ഇൻഡോറിൽ നമുക്ക് സീറ്റിംഗ് 500 സീറ്റിംഗ് ആണുള്ളത്. അറ്റ് എ ടൈം 500 പേർക്ക് ഇരിക്കാം. ഔട്ട്ഡോറിൽ അറ്റ് എ ടൈം 200 പേർക്ക് ഡൈനിങ് ചെയ്യാം. അപ് ടു 1500 നമുക്ക് ഈവന്റ് നടക്കാറുണ്ട്. അത് നമുക്ക് പാർക്കിങ്ങും നമുക്ക് പ്രശ്നമില്ല. കാരണം അപ് ടു 300 പാർക്കിംഗ് നമുക്ക് വിത്തിൻ 3 months കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 250 ഉണ്ട്, 300 ആവും വിത്തിൻ 3 months. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മുടെ പാക്കേജിൽ ഓൾറെഡി നമുക്ക് പാനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്യൂഷൻ ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും. അപ്പം ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്ന് തന്നെ ഇപ്പം ഫ്യൂഷൻ ആണെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ പാക്കേജിൽ എന്തെങ്കിലും എമൗണ്ട് ഡിഫറൻസ് വരുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അലോ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇതിൽ ഇപ്പോൾ ഫ്യൂഷൻ ആണെങ്കിലും MC, DJ ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പാക്കേജിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വളരെ കോമ്പറ്റീറ്റീവ് എന്നല്ല പറയേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ പുറത്തൊരു ഇവന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെന്യൂ ചാർജ് കൂടാതെ നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സിന് മാത്രം മോർ ദാൻ 5 lakh വരും. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ ഇവന്റ് ആർക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സിനെല്ലാത്തിനും ഓൾമോസ്റ്റ് 5 lakh വരും. അതാണ് നമ്മൾ ഇൻക്ലൂഡിങ് GST ലെസ് ദാൻ 2 lakh കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ഫീച്ചർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പൈസ കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഫാമിലി ആരെങ്കിലും ക്ലോസ് റിലേറ്റീവ്സോ ആരെങ്കിലും ഇപ്പൊ MC ആങ്കർ ആവണമെന്നുണ്ടെങ്കിൽ അത് ഈവൻ മാനേജറിനോട് സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ നോർമൽ പോളിസി
പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ നോർമലി അലോ ചെയ്യില്ല. പക്ഷെ ഈവന്റ് മാനേജറോട് സംസാരിച്ച് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പം ആർട്ടിസ്റ്റുകൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പെർമിഷൻ എല്ലാവരും എടുത്ത് ചെയ്യാവുന്നതാണ്. അല്ലാതെ പെട്ടെന്ന് ഈവന്റിന്റെ സമയത്ത് കയറി വന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കോർഡിനേഷനും എല്ലാം തെറ്റും. കാരണം A to Z കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പം അങ്ങനെ വരുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സൗണ്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺസേൺ ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ഇത്രയും വോട്ടമുള്ള സൗണ്ട് അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സൗണ്ട് അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള സൗണ്ടിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും? നമുക്ക് സൗണ്ട് സിസ്റ്റം ഇൻഡോറിലും ഔട്ട്ഡോറിലും ഗാർഡൻ ബങ്കറ്റിലും ഇൻഡോർ ബങ്കറ്റിലും തിരിച്ചാണുള്ളത്. ഔട്ട്ഡോറിൽ DJ ഔട്ട്ഡോറിലാണ് നടക്കുന്നത്. അവിടെ നമുക്ക് 4000 വാട്ട്സിൻ്റെ സൗണ്ട് ഉണ്ട്. JBLന്റെ സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. കൺട്രോളർ യമഹയുടെ ആണ്. ഇൻഡോറിൽ നമുക്ക് സെയിം 4000 വാട്ട്സ് ആണ് ഉള്ളത്. സൗണ്ട് സിസ്റ്റം അഗെയിൻ JBL തന്നെയാണ് സ്പീക്കേഴ്സ് എല്ലാനും. സ്റ്റേജിൽ ഫ്യൂഷനും MC ആയാലും ഫീഡ്ബാക്ക് സ്പീക്കർ 2 ഉണ്ട്. കൺട്രോളർ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്സർ ഉപയോഗിക്കുന്നത് യമഹയുടെ ആണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് ഓൾറെഡി ഉണ്ട്. സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ആളുണ്ട്. സൗണ്ട് ഓപ്പറേറ്റർ ഉണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ള ആൾ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നുള്ളവർക്ക് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓൾ ഇൻക്ലൂസീവ് ആണ്. അതിൽ സൗണ്ടും വീഡിയോയും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. ആൻഡ് ഇപ്പം 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ഒരു ഗാർഡൻ ബാൻക്വറ്റിലാണ്. അപ്പം അവിടെ ഇരിക്കുന്നവർക്ക് ഈ വെന്യൂവിൽ നടക്കുന്ന സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഗാർഡൻ ബങ്കറ്റിൽ ഇപ്പോൾ നമുക്ക് 3 65 ഇഞ്ചിൻ്റെ TV ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡോറിൽ നടക്കുന്നുണ്ട്, ലൈവ് സ്ട്രീമിംഗ് ഔട്ട്ഡോറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡൈനിങ് ചെയ്യുന്ന സമയത്ത് അത് കാണാവുന്നതാണ്. നമ്മുടെ റോഡ് മാപ്പിൽ വിത്തിൻ 3 months അവിടെ വലിയ LED വാൾ വന്നിട്ടുണ്ട്. വലിയ സ്ക്രീനാണ് വന്നത്. അതിൽ അപ്പോൾ ഇൻസ്റ്റൻ്റ് തന്നെ ഡയറക്റ്റ് ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ലൈവായിട്ട് തന്നെ ഔട്ട്ഡോറിലും കാണാം, എല്ലാവർക്കും കാണാം വലിയ സ്ക്രീനിൽ. ഇപ്പം നമ്മുടെ ഗാർഡൻ ബാൻക്വറ്റിൽ ഓൾറെഡി ഒരു DJ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അകത്ത് നടക്കുന്ന അനൗൺസ്മെന്റ്സ് പുറത്തേക്ക് കേൾക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വിഷ്വലി മാത്രമാണോ നമുക്ക് അകത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്? നമുക്ക് അനൗൺസ്മെന്റ് സിസ്റ്റം ഉണ്ട്. അത് പുറത്ത് നമുക്ക് അഡീഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ എമർജൻസി അനൗൺസ്മെന്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെന്റ്സ് വരാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഡെസ്കിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് അനൗൺസ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് സിസ്റ്റംസ് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം നമ്മുടെ പാക്കേജിലില്ലാത്ത 2 സംഭവങ്ങളാണ് കാറ്ററിങ്ങും അതുപോലെ ഫോട്ടോഗ്രാഫിയും. പക്ഷെ നമ്മൾ സജഷൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം വരുന്ന ക്ലയൻസിന് അവരുടേതായ ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അലോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ് കാറ്ററിംഗ് ടീമിന് ഹെൽപ്ഫുൾ ആയിട്ട്? പുറത്തുനിന്ന് ഏത് കാറ്ററിംഗ് ടീം ആയാലും അവർക്ക് ഇവിടെ ഇവന്റ് ചെയ്യാവുന്ന കാറ്ററിംഗ് നടത്താവുന്നതാണ്. അവർക്ക് ആവശ്യമുള്ള കാറ്ററിംഗ് കൗണ്ടേഴ്സ് നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പ്രീമിയം കാറ്ററിംഗ് കൗണ്ടേഴ്സ് ആണ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. പ്ലസ് അവിടേക്ക് ആവശ്യമുള്ള ടേബിൾ ചെയർസ് അത് നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണത്. നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യണത്. ടേബിളിൻ്റെ കവറ്, ചെയർ ബോ, ടേബിളിൻ്റെ റണ്ണർ ഇതെല്ലാം നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യണത്. അപ്പോൾ കാറ്ററിംഗ് ടീമിന് ആകെ കൊണ്ടുവരേണ്ടത് അവരുടെ ഷെഫ് ആൻഡ് ഡിഷ് ഫുഡ് ഇത് കൊണ്ടുവരണം. അത് അവിടെ അവർക്ക് ഈ കൗണ്ടേഴ്സിൽ വെക്കണം, സെർവ് ചെയ്യണം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരുപാട് സമയ ലാഭമാണ്. എന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവനിങ് ഈവൻ്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വന്ന് കൗണ്ടേഴ്സ് സെറ്റ് ചെയ്യണം. അതും ഇത്ര ഭംഗിയിൽ കൗണ്ടേഴ്സ് കിട്ടില്ല. അതിൻ്റെ ചിലവ്, ട്രാൻസ്പോർട്ടിങ് ചിലവ്, അപ്പോൾ അവർക്കും ചിലവ് കൂടുതലാണ്. സമയം ഒരുപാട് പോകും. അപ്പോൾ നമ്മൾ അവരെല്ലാം ആകെ ഇതിനെല്ലാത്തിനും വേണ്ടി മേടിക്കുന്നത് 10,000 ആണ്. ഈ സെറ്റപ്പിന് എല്ലാത്തിനും വേണ്ടി നമ്മൾ മേടിക്കുന്നത് 10,000 ആണ്. അത് കാറ്ററിംഗ് ആരുടെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് മേടിക്കുന്നത്, ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നല്ല. പ്ലസ് ഒരു 10,000 അവരുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കുന്നുണ്ട്. അത് ഈവൻ്റ് കഴിയുമ്പോൾ വേറെ നാശനഷ്ടങ്ങളില്ലാന്നുണ്ടെങ്കിൽ അപ്പത്തെ അവർ പോണ സമയത്ത് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് ഈ 10,000. 10,000. ഓക്കെ. ഇപ്പം വരുന്ന കാറ്ററിംഗ് ടീം പറയാണ് നമുക്ക് കൗണ്ടേഴ്സ് വേണ്ട, ഈ 10,000 നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷൻ ഇല്ല. നമ്മളെല്ലാവരും ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് അഴിച്ചു മാറ്റലും രണ്ടാമത് സെറ്റ് ചെയ്യലും ഒന്നാമത്തെ സമയം പിന്നെ ഡാമേജസ്. അതുകൊണ്ട് തന്നെ നോർമൽ കൺസ്ട്രക്ഷൻ അല്ലല്ലോ, നമ്മളിവിടെ ട്രഡീഷണൽ ആയിട്ടല്ല ഒന്നും ചെയ്തേക്കുന്നത്. അപ്പോൾ ഔട്ട്ഡോർ ആയാലും നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് എയർ കൂളേഴ്സ് തന്നെ ഓൾമോസ്റ്റ് ഒരു 14 എയർ കൂളേഴ്സ് ഉണ്ട് ഈ ഗാർഡൻ ബങ്കറ്റിൽ തന്നെ. കാർപ്പറ്റുകളുണ്ട്, മാറ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ പോളിസിയിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ് കാറ്ററിംഗ് കൗണ്ടർ നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കാറ്ററിംഗുകാർക്ക് ഇല്ല, കൗണ്ടേഴ്സ് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആൻഡ് ഇനി നമുക്കൊരു ഫ്യൂച്ചർ
ഒരു ലാമറാഷിന്റെ ഫ്യൂച്ചറിലേക്ക് കടക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ പല ഡിസ്ട്രിക്റ്റിലായിട്ട് ഇത് പടർന്നു പന്തലിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? നമ്മൾ ഫ്രാഞ്ചൈസി ബോളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിലും യെസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് 2 ഇയേഴ്സിൽ നമ്മൾ തൃശ്ശൂർ തൃശ്ശൂർ വരുന്നുണ്ട്. ആദ്യം തുടങ്ങാൻ പോണത് തൃശ്ശൂരാണ്. Okay. തൃശ്ശൂർ ബേസ്ഡ് ആണ്. Okay. അതായത് പ്രോപ്പർ തൃശ്ശൂർ ടൗണില്. ടൗണിലല്ല, ടൗണിൽ കുറച്ച് ഇപ്പുറത്ത്, പക്ഷെ തൃശ്ശൂർ ബേസ്ഡ്. ഓക്കെ. സോ നമ്മുടെ ഈ 3 പാക്കേജിലും ഒരുപാട് ഇൻക്ലൂഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഇത് കൂടാതെ ഇനി ക്ലയന്റിന് എന്തെങ്കിലും ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഫീച്ചറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലക്ഷറി കാർ വേണമെന്നുണ്ടെങ്കിൽ അതിനവർ സെപ്പറേറ്റ് വേറെ പുറത്ത് അപ്രോച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, lamraz.events. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ അഡീഷണൽ റിക്വയർമെൻറ്റ്സും കേറ്റർ ചെയ്യുന്നുണ്ട്. കാറ്ററിംഗ്, ഫോട്ടോഗ്രാഫി, ഡാൻസ് പെർഫോമൻസ്, ശിങ്കാരിമേളം, ലക്ഷറി കാർ റെൻ്റൽ, അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്സും അവൈലബിൾ ആണ്. റേറ്റ്സ് മെൻഷൻഡ് ആണ്. ഓൺലൈൻ തന്നെ കാർ ബുക്ക് ചെയ്യാം, കാർ ഡേറ്റ് ബ്ലോക്ക് ചെയ്യാം, ഈവൻ ഡേറ്റ് ടൈം സെലക്ട് ചെയ്ത് ഓൺലൈൻ തന്നെ ഇതെല്ലാം ചെയ്യുന്നതാണ്. പ്ലസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പം നമ്മുടെ വെന്യൂലല്ലാതെ, ലാമരാജിലല്ലാതെ പുറത്തവർക്ക് വീട്ടിലെന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതെല്ലാനും നമുക്ക് സെപ്പറേറ്റ് ടീമുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ പ്രൈസും എല്ലാം ലിസ്റ്റഡ് ആണ്. അതുവഴി ബുക്ക് ചെയ്യാം, ഓൺലൈൻ ബുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈവൻറ്റ് മാനേജറെ കോൺടാക്ട് ചെയ്ത് ഈ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം ഇനി നമ്മുടെ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ലാമറാഷ് കൺവെൻഷൻ സെന്റർ കൊരട്ടിയിൽ മാത്രമായിട്ട് നിൽക്കുവാണോ, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ കൊരട്ടിയിൽ നിന്ന് തന്നെ നമ്മൾ ഒരു 2 to 3 ഡിസ്ട്രിക്ട്സ് ഓൾറെഡി സെർവ് ചെയ്യാനുണ്ട്. കാരണം നമ്മുടെ ഈവൻറ്റ്സ് ഒരു 95% കൊരട്ടിക്ക് പുറത്തു തന്നെയാണ്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഈ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് കൂടുതൽ ഈവൻറ്റ്സ് വന്നത്. പ്ലസ് കേരളത്തിൽ നിന്നും കുറച്ച് ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പോണത് തൃശ്ശൂർ സൈഡിലേക്കാണ്. സിറ്റിയുടെ ഉള്ളിലല്ല, പക്ഷെ സിറ്റിയിലെ കസ്റ്റമേഴ്സിനെ കേറ്റർ ചെയ്യാവുന്ന രീതിയിൽ പുറത്ത്, സിറ്റിക്ക് പുറത്ത് ഹൈവേയിൽ നമ്മൾ നെക്സ്റ്റ് എക്സ്പാൻഷൻ തൃശ്ശൂർ പ്ലാൻ ഉണ്ട്. പ്ലാൻ ഉണ്ട്. ഓക്കെ. അപ്പം വലിയൊരു സക്സസ് ആയി മാറട്ടെ ഈ ലാമറാഷ് കൺവെൻഷൻ സെന്റർ എന്ന് ആശംസിക്കുകയാണ്. സോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ ഫീച്ചേഴ്സ്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആവട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ. താങ്ക് യു.